ഹായ് ഓൾ. AI ടൂൾസ് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഫിനാൻസ് ഏരിയയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ സീരീസിലൂടെ കാണുകയാണ്. നമ്മൾ ഓൾറെഡി ചാറ്റ് GPT, സെബ്ര AI, കോപൈലറ്റ്, ഫാത്തം AI ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് കണ്ടു. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ടൂളാണ് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജെമിനി എന്ന് പറയുന്ന AI ടൂള്. ഇതിൻ്റെ യൂസ് കേസസ് നോക്കുകയാണെങ്കിൽ ആദ്യം വന്നിട്ട് ഡാറ്റ എൻട്രി ആൻഡ് ഇൻവോയ്സ് പ്രോസസ്സിംഗ് ആണ്. നമുക്ക് ഇൻവോയ്സ്, റെസിപ്റ്റ്സ്, പർച്ചേസ് ബിൽസ് എല്ലാം ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു ഫീച്ചറാണ് ഇതിൻ്റെത്. അടുത്തത് വന്നിട്ട് റീകൺസിലേഷൻ. ലെഡ്ജർ റീകൺസിലേഷൻ ആണെങ്കിലും ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ ആണെങ്കിലും മാനുവൽ വർക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റിപ്പോർട്ട് ജനറേഷൻ. നമ്മുടെ റിപ്പോർട്ട് ക്രിയേഷൻ ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അത് കൂടാതെ നമുക്ക് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിന്റെ ഇൻസൈറ്റ്സ്, ഡീപ്പ് ഇൻസൈറ്റ്സ് നമുക്ക് ലഭിക്കാനായിട്ട് അതിന്റെ ട്രെൻഡ് ലൈൻസ് ആണെങ്കിലും അതിന്റെ ആ ഒരു ചാർട്ട് ഫോമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് തരാനും ഈ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് അതിന്റെ ട്രെൻഡ്സും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു സമ്മറൈസ്ഡ് രൂപത്തിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഈ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് അനലൈസിങ് കീ റേഷ്യോസ്. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റേഷ്യോ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന റേഷ്യോസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. അടുത്തത് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് എമൗണ്ട്സ് പ്രിപ്പയർ തരാനായിട്ട് ഈ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമുക്കിനി ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസ് കേസസിലേക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ലെഡ്ജറിൽ ജനറേറ്റ് ചെയ്തതും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മൾ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റീകൺസിൽ ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നത്. ഈ ജെമിനി നമ്മളോട് ഇവരുടെ അസംഷൻ പറയുന്നുണ്ട്. നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഷീറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് ഷീറ്റ് നമ്മുടെ ക്യാഷ് ബുക്കും ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം ആ റീകൺസിലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് മാച്ച് ആവുന്ന കാണാം. അതേപോലെ തന്നെ ക്ലയന്റ് എന്റെ കയ്യിൽ നിന്നുള്ള ഡെപ്പോസിറ്റ് മാച്ച് ആവുന്നുണ്ട്. ATM വിഡ്രോവൽ മാച്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാങ്ക് ചാർജിന്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ 1500 അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 500 ആണ്. അവിടെ 1000 ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇവർ ചെയ്ത റീകൺസിലേഷൻ കാണാനായിട്ട് പറ്റും. ക്യാഷ് ബുക്കിലെ ബാലൻസ് 59,500 ആയിരുന്നു. അതിനോട് നമ്മൾ എക്സസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടായിരുന്ന ബാങ്ക് ചാർജ് ആഡ് ചെയ്തിട്ട് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസുമായിട്ട് ടാലി ആക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് പർച്ചേസ് ബിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഇതിൽ നിന്നുള്ള ഡാറ്റ എക്സ്ട്രാക്ട് തരാനായിട്ടാണ്. നമ്മുടെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയറിന്റെ നെയിം, അതേപോലെ പ്രൊഡക്റ്റും ക്വാണ്ടിറ്റിയും. ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ കാണാനായിട്ട് പറ്റും. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് അനുസരിച്ചുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ഡാറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നുണ്ട്. ഇത് നമുക്കപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എക്സൽ വഴി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബൾക്ക്